സർവ്വവരപ്രദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് ഞാൻ ഇത്തവണ വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചത്. ആദ്യം തന്നെ ഞാൻ ഗണപതി ഒരുക്കി വെച്ചു. ചാണകം മെഴുകിയ നിലത്ത് ഞാൻ വാഴയില വെച്ചിട്ടു. അതിൻ്റെ മുകളിൽ വിളക്കും ഗണപതി ഒരുക്കിൻ്റെ സാധനങ്ങളായ കരിക്ക്, അവില്, മലര്, ഉണക്കമുന്തിരി, കൽക്കണ്ട്, ശർക്കര, പഴം, കിണ്ടിയും വെള്ളവും എല്ലാം ഒരുക്കി വെച്ചു. വിളക്കും കത്തിച്ചു. ആ വിളക്കിൽ നിന്നും തീ കത്തിച്ചു അടുപ്പിൽ വെച്ചു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അരി ഇട്ട് കൊടുത്തതിന് ശേഷം തിളച്ച് കിഴക്കോട്ട് തൂവി ഒക്കെ പോയി. അതിനുശേഷം അരി ഏകദേശം ഒരു പാകമായതിന് ശേഷം ഞാൻ ശർക്കര ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ തിരിങ്ങി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അവസാനം പഴം അരിഞ്ഞതും നെയ്യും കിസ്മിസും കൽക്കണ്ടവും കൂടി ചേർത്ത് കൊടുത്തു. ഞാനിത്തവണ പായസ നിവേദ്യവും തെരളി നിവേദ്യവും മണ്ടപ്പുറ്റ് നിവേദ്യവുമാണ് അമ്മയ്ക്ക് സമർപ്പിച്ചത്. പായസ നിവേദ്യം തയ്യാറായതിനു ശേഷം ഞാൻ മണ്ടപ്പുറ്റും തെരളിയും തയ്യാറാക്കി. ആദ്യം ഞാൻ മണ്ടപ്പുറ്റാണ് തയ്യാറാക്കിയത്. അതിനായിട്ട് ഞാൻ പയറ് വറുത്ത് പൊടിച്ചെടുത്തു. അതിനുശേഷം അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും പഴവും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചു. പയറാണ് ഞാൻ കൂടുതൽ എടുത്തത്. അത് കുറച്ച് അരിപ്പൊടിയും കൂടുതൽ പയറുമാണ് എടുത്തത്. പ്രത്യേകിച്ച് കണക്കൊന്നും വെച്ചില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എടുത്തതാണ്. ഇത് കുഴയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ നനവിൽ തന്നെ കുഴച്ചെടുക്കാം. കുഴച്ച് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കിയെടുക്കാം. മണ്ടപ്പുറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ തെരളി തയ്യാറാക്കി. അതിനായിട്ട് പഴം അരിഞ്ഞെടുത്തു. അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ശർക്കര ചീകിയതും അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചു. ഇതിനും വെള്ളമൊന്നും ചേർക്കേണ്ട കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ആ ശർക്കരയുടെയും തേങ്ങയുടെയും പഴത്തിൻ്റെ നനവിൽ തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അരിപ്പൊടിയൊന്നും ഞാൻ അളവ് വെച്ചിട്ടല്ല എടുത്തത്. ഒരു പാകത്തിന് അരിപ്പൊടിയും ശർക്കരയും അങ്ങ് എടുത്തതാണ്. ഇനി കുഴച്ച് വരുമ്പോൾ അഥവാ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കുക. കൂടിപ്പോവരുത്. തെരളിയില നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഞാൻ മാവ് വെച്ച് കൊടുത്തു.
ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് നീതിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കർപ്പൂരമൊക്കെ കത്തിച്ച് പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് നിവേദ്യങ്ങളെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചു. ഓം ഗണപതായേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമഃ.